മാലിന്യ കൂമ്പാരമായ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ കാണാതായ ജോയിക്കായി തോട്ടിൽ ടണലിൽ റോബോട്ടിക് പരിശോധനയിൽ അടയാളം കണ്ടിരുന്നു. എന്നാൽ അടയാളം കണ്ട സ്ഥലത്ത് ജോയില്ല. ക്യാമറയിൽ കണ്ടത് മാലിന്യമെന്ന് സ്ക്യൂബ ഡൈവിംഗ് ടീം വ്യക്തമാക്കി. തിരച്ചിൽ വീണ്ടും വ്യാപിപ്പിക്കാൻ ദൌത്യസംഘം തീരുമാനിച്ചു. നിർണായകമെന്ന് കരുതിയ ദൃശ്യങ്ങൾ റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് സ്കൂബ ടീമിന് ലഭിച്ചത്. നൈറ്റ് വിഷൻ ക്യാമറയുള്ള റോബോട്ടിക് സാങ്കേതിക വിദ്യ പ്രധാന ടണലിലേക്ക് ഇറക്കിയായിരുന്നു പരിശോധന നടത്തിയത്. അതുവഴിയാണ് പ്രതീക്ഷ ലഭിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത്. എന്നാൽ ആ പ്രതീക്ഷയാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ള സ്കാനിങ്ങിൽ ഏറ്റവും അവസാന സ്കാനിങ്ങിലാണ് സംശയിക്കാവുന്ന രീതിയിലുള്ള ഒരു വിഷ്വൽസ് കിട്ടിയത്. അപ്പോൾ അതിപ്പോൾ വിഷ്വലിൽ നിന്ന് മാറി. കാരണം ഒരു 0.6 മീറ്റർ വരെയൊക്കെ ഞങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, വിസിബിലിറ്റി കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ നമ്മുടെ റോബോട്ടിക് യൂണിറ്റിൻ്റെ ഏറ്റവും എക്സ്ട്രീം അറ്റത്ത് എത്തിയിട്ടുണ്ട്, അറൗണ്ട് ഒരു 10-15 മീറ്റേഴ്സ് റേഞ്ചിൽ. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിലാണ് ഇത് ഇങ്ങനെ ഒരു വിഷ്വൽ കണ്ടത്. പക്ഷേ ഇപ്പോൾ അത് നമ്മുടെ വിസിബിലിറ്റിയിലില്ല, ക്യാമറ വിസിബിലിറ്റി പോയിട്ടുണ്ട്. അപ്പോൾ അത് ഫയർ റെസ്ക്യൂവും NRDF ആ ഏരിയ സെർച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ ചെയ്യാനില്ല. ഇൻസ്പെക്ഷൻ തന്നെ നമ്മൾ ഇതാക്കിയിട്ടുള്ളൂ. ഇനി അത് സ്കൂബ ഡൈവേഴ്സിനും ബാക്കിയുള്ളവർക്ക് അത് റിക്കവർ ചെയ്യാനുള്ള എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ റിക്കവർ ചെയ്യാനുള്ള സ്കോപ്പ് അവർക്കാണ്. അല്ല, ഞങ്ങളുടെ ലെങ്ത്ത് കഴിഞ്ഞു, നമ്മൾ മാക്സിമം കവറായി. പിന്നെ ഞങ്ങളുടെ ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള വെയിറ്റുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അത് പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഇത് മാത്രമേ ഒരു എൻട്രി പോയിൻ്റ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് മാത്രമേ ഞങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മാക്സിമം ലിമിറ്റ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ. അതായത് ഇപ്പോൾ നമ്മൾക്ക് കണ്ടിരുന്ന വിഷ്വൽ മാക്സിമം അങ്ങോട്ട് പോവുക ചെയ്തത്. അതായത് നമ്മുടെ റീച്ച് കഴിഞ്ഞിട്ടും ഫ്രണ്ടിലോട്ട് പോവുക ചെയ്തത് ഈ സ്കൂബ ഡൈവിങ്ങിൻ്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അറ്റ് ദ മൊമെൻറ്റ് ഞങ്ങൾ മാക്സിമം എത്തി. ഞങ്ങൾക്ക് അവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്, മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അല്ല, നമ്മൾ അവർക്ക് കാണിച്ചു കൊടുത്തു വാട്ട് വി ഹാവ് സീൻ ഇൻ അവർ ക്യാമറ. അത് ഞങ്ങൾ ഫയർഫോഴ്സിനും NRDFനും കാണിച്ചു കൊടുത്തു. ആൻഡ് ദെൻ ദേ സ്റ്റാർട്ടഡ് ദ ഓപ്പറേഷൻ. നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പറേഷൻ മുന്നേ ചെയ്തതിൻ്റെ ഒരു ഇതില്ല, പക്ഷേ ഒരു ബോഡി പാർട്ട് മാതിരി തോന്നാവുന്ന ഒരു ദൃശ്യമായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനടുത്ത് ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം ജോയിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. 3 പേരാണ് ശുചീകരണത്തിനായി തോട്ടിലിറങ്ങിയത്. മഴ കനത്തതോടെ ജോയ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. മഴ പെയ്തപ്പോൾ ജോയിയോട് കരയ്ക്കു കയറാൻ ആവശ്യപ്പെട്ടിരുന്നതായി ഒപ്പമുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു. എന്നാൽ തോടിന്റെ മറുകരയിൽ നിന്ന് ജോയ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. മാരായ്മുട്ടം സ്വദേശിയാണ് റെയിൽവേയുടെ താൽക്കാലിക തൊഴിലാളിയായ ജോയ്. മാലിന്യ കൂമ്പാരത്തിൽ വീണകന്ന ജോയ്ക്കായുള്ള തിരച്ചിൽ ഒരു ദിവസം പിന്നിടുമ്പോഴും ആ തിരച്ചിൽ എങ്ങും എത്തിയില്ല. നഗരസഭയും സർക്കാരും റെയിൽവേയും പരസ്പരം വിഴിപ്പലക്കിയും പഴിചാരിയും കൊമ്പുകോർക്കുമ്പോഴും ജോയിയെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ NDRFന്റെ 70 അംഗ സംഘം ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം ലക്ഷ്മി രേണുക, M5 ന്യൂസ്, തിരുവനന്തപുരം.